Hi everyone. This is the last section of Module 2, that is the analysis concept and principles. So നമ്മളിപ്പോൾ ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഫേസസ് പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ, റിക്വയർമെൻറ്റ് അനാലിസിസ് ആ ഫേസ്. സോ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അനാലിസിസ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സോ വി വിൽ സ്റ്റഡി ദിസ് പോർഷൻ ഇൻ ഡീറ്റെയിൽ ഇൻ ദിസ് വീഡിയോ. ആദ്യം വരുന്നത് അനാലിസിസ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഡിസൈനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യമാണ്. സിൻസ് വി ആർ സ്റ്റഡിങ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ റിക്വയർമെൻറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ഇൻ ദിസ് സെഷൻ വി ആർ മെയിൻലി ഫോക്കസ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് ഇസ് ഫോളോഡ്. So basically software requirements engineering is also called as requirement analysis bridges. Requirement analysis bridges ആണെന്ന് പറയാം. So it forms the gap between the system engineering and software design. So you have the software requirement analysis in the middle portion and you have system engineering at the top and software design at the bottom. So ഇതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മുടെ റിക്വയർമെൻറ്റ് അനാലിസിസ്, അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബോത്ത് പാർട്ടിസിപ്പേറ്റഡ് ബൈ ദ കസ്റ്റമർ ആൻഡ് ദി ഡെവലപ്പർ. സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് കസ്റ്റമറിനും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ആസ് എ ഡെവലപ്പർ അവർക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. We are familiarized with the software requirements and the analysis. The points that follow is the problem recognition, evaluation and synthesis. Evaluation and synthesis എന്ന് പറയുമ്പം വാട്ട്, നോട്ട്, ഹൗ അങ്ങനത്തെ ടേംസിലൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ അതിനെ ഫോളോ ചെയ്യും, ലൈക്ക് ദാറ്റ്. ദെൻ യു ഹാവ് മോഡലിംഗ്, സ്പെസിഫിക്കേഷൻ ആൻഡ് റിവ്യൂ. ഓരോ ടേംസും നമുക്ക് വൺ വേ ഓർ ദ അതർ വി ആർ ഫെമിലറൈസ്ഡ് വിത്ത് അതർ ടേംസ്. ഇതൊക്കെ നമ്മൾ ഫേസസ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ പഠിച്ചതാണ് ഓൾറെഡി. സോ അതിന് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ്. വി വിൽ ഫസ്റ്റ് ഫോളോ ദ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഫോർ സോഫ്റ്റ്വെയർ. സോ നമുക്ക് തന്നിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം എലിസിറ്റേഷൻ പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതായത് റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം, ബട്ട് അതിന് മുൻപേ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ദ ഫസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഇനീഷ്യേഷൻ. സോ ഇനീഷ്യേറ്റിംഗ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഉള്ള റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് വെച്ച് നമ്മളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് യൂഷ്വലി കണ്ടുവരുന്ന ടെക്നിക്സ്. സോ അതിൽ വരുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അനലിസ്റ്റ് ആൻഡ് ദി കസ്റ്റമർ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെ ആണെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളെ കസ്റ്റമറും, ഇൻ്റർവ്യൂ ആരാണ് എടുക്കുന്നത് വി കോൾ ഹിം ഹാസ് അനലിസ്റ്റ്. സോ അവർ രണ്ടുപേരാണ് പാർട്ടിസിപ്പൻസ്. സോ അതിൽ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോസസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡാറ്റ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ വാട്ട് ഇസ് എ ഏരിയ ഗോയിങ് ടു ബി ഡെവലപ്ഡ്, ഏത് ഏരിയയിലാണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യേറ്റിംഗ് ദ പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് യു ഹാവ് എ ടെക്നിക് ദാറ്റ് ഇസ് ഫെസിലിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക്. ഇതൊരു ഫാസ്റ്റ് എന്നാണ് ഈ ടെക്നിക്ക് പറയുക. ഈ ടെക്നിക്കിൻ്റെ പേര് പറയുന്നത് ഫാസ്റ്റ് എന്നാണ്, ഫെസിലിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക്. സോ ഒരു ടീം വർക്കിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്നിക്കൽ ലെവലിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു സിനാരിയോ ആണ് ഈ ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ ടീം ഓറിയൻറ്റഡ് അപ്രോച്ച് ഫോർ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്. എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ടീം വർക്കായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ടീം ജോയിൻ ചെയ്യാനും കസ്റ്റമേഴ്സിനും ഡെവലപ്പറിനും ടീം ജോയിൻ ചെയ്യാനും അവരെ വർക്ക് ചെയ്യാനും അവർക്ക് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തിന് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യാനും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പ്രിലിമിനറി സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടീമിന് ഫോക്കസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ ദർ ഇസ് എ മീറ്റിംഗ് ദാറ്റ് ഇസ് കണ്ടക്റ്റഡ്. ദിസ് ഇസ് എ ഫാസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ഇതിൽ ഫെസിലിറ്റേറ്റർ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, ഡെവലപ്പർ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്. ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റായിട്ട് തുടങ്ങുന്ന എല്ലാ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് ആ ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് ചെയ്യുന്നത് ആ ഫെസിലിറ്റേറ്ററാണ്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് തരുന്നു, അങ്ങനത്തെ കാര്യം. കസ്റ്റമറാണ് റിക്വയർമെൻറ്റ്സ് പറയുന്നത്, നീഡ്സ് പറയുന്നത്. ഡെവലപ്പർ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയും. റെക്കോർഡർ എല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യും. സോ ദിസ് ഇസ് എ ഫാസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് ആസ് ദ ഫിഗർ ഇറ്റ്സ് റെപ്രസെൻറ്റിംഗ് ദർ ആർ ഓൺലി 4 പീപ്പിൾ. സോ ദേ മേക്ക് എ ടീം അറ്റ് ദാറ്റ് ടൈം. അതാണ് ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ബേസിക് ഗൈഡ് ലൈൻസ് ഫോർ ഒരു ഫാസ്റ്റ് മീറ്റിംഗ് നമ്മൾ നടത്തുമ്പോൾ അതിലൊരു ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത്. സോ ഈ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ന്യൂട്രലി ഒരു സൈറ്റിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ആർ ബീൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് മീറ്റിംഗ്.
ആൻഡ് ഓൾസോ വി ഫോളോ ദ റൂൾസ് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. പിന്നെ അജണ്ട എന്താണ് ആ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് ഈ മീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടാവും. അയാൾ ഒന്നെങ്കിൽ ഒരു ഡെവലപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനൊക്കെ പുറമെയുള്ള ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിരിക്കും. സോ ഫാസ്റ്റ് മീറ്റിംഗ് പറയുമ്പം പാർട്ടിസിപ്പൻസിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഡിബേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ജസ്റ്റ് നമ്മൾ സൊല്യൂഷൻ എന്താണ്, പ്രോബ്ലം എന്താണ്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, നമ്മുടെ ഗോൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഫാസ്റ്റ് മീറ്റിംഗ് വെക്കുന്നത്. ദെൻ ഹൗ വി പ്രിപ്പയർ ഫോർ ദിസ് സെഷൻ. സോ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറും ഡെവലപ്പറും തമ്മിലുള്ള മീറ്റിംഗ് ആണ്. സോ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ ഓവറോൾ സൊല്യൂഷൻ്റെ പെർസെപ്ഷൻ എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഈ സൊല്യൂഷൻ കറക്റ്റായിട്ട് യൂസറിലേക്ക് എത്തിക്കാൻ പറ്റുക, അതിൻ്റെ നീഡ് എന്താണ്, ഫീസിബിലിറ്റി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യൽ മീറ്റിങ്ങിൽ പറയുന്നത്. സോ ആ സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ എങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ഒരു കാര്യം, അത് ഒരു ഡോക്യുമെൻ്റ് രൂപത്തിൽ ദേ വിൽ ബി റിട്ടേൺ. എന്ത് പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഹാഫ് പേജ് പ്രോഡക്റ്റ് റിക്വസ്റ്റ് ഇസ് ഡോക്യുമെൻറ്റഡ്. സോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്, ആൻഡ് ഇറ്റ് വിൽ ബി ഡോക്യുമെൻറ്റേഷൻ. ഞാൻ സെക്കൻഡ് മോഡിൽ എടുക്കുമ്പോൾ തൊട്ടേ പറയുന്നുണ്ട്, നമുക്ക് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഡോക്യുമെൻറ്റേഷൻ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പ്രോജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ചില ഫേസിലൊക്കെ എക്സ്പേർട്ട് ടീം വന്നിട്ട് വിസിറ്റ് ചെയ്യും. സോ ആ ടൈമിൽ എല്ലാത്തിനും ഡോക്യുമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഇവിടെ പ്രോഡക്റ്റ് റിക്വസ്റ്റ് ആണ് ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഫോർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രോഡക്റ്റിൻ്റെ റിക്വസ്റ്റ് ആണ് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുള്ളത്. You can see the third point, that is meeting place, time, date for fast are selected as facilitator is chosen. So സാധാരണ ഒരു മീറ്റിംഗ് പോലെ തന്നെ ഇത് ഫെസിലിറ്റേറ്ററും കൂടി ഉണ്ട്, ഹു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ദ മീറ്റിംഗ്. പിന്നെ ടൈമും പ്ലേസും അതൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് റിക്വസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ അറ്റൻഡീസ് ബിഫോർ മീറ്റിംഗ് ഡേറ്റ്. അപ്പോൾ എന്താണ് അവർ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എല്ലാ ഫാസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവണം. ദാറ്റ് ഈസ് എ ഒബ്ജക്റ്റ് ടു ബി ലിസ്റ്റഡ്, ദെൻ ലിസ്റ്റ് ഓഫ് സർവീസസ്, ലിസ്റ്റ് ഓഫ് കൺസ്ട്രെയിൻസ്, ലിസ്റ്റ് ഓഫ് പെർഫോമൻസ് ക്രൈറ്റീരിയ. ഇത്രയും 4 കാര്യങ്ങൾ ആ ഒരു ഫാസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന റിസ്ക്, കൺസ്ട്രെയിൻസ്, അതിൻ്റെ ലിമിറ്റേഷൻ, നമ്മൾ ആസ് എ ഡെവലപ്പർ ഓർ ആസ് എ കസ്റ്റമർ നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്, ഹൗ വെൽ ദ സിസ്റ്റം ഷുഡ് പെർഫോം, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. സോ ഓരോ ഡെവലപ്പറോ അല്ലെങ്കിൽ ഓരോ കസ്റ്റമറും അവർ ആ പ്രോജക്റ്റ് എങ്ങനെ ഫേസ് ചെയ്യുന്നു അതനുസരിച്ച് ദേ ഷുഡ് മേക്ക് ദീസ് 4 പോയിൻറ്റ്സ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഫോളോ ദ ആക്ടിവിറ്റീസ് ഓഫ് ഫാസ്റ്റ് സെഷൻ. ഫാസ്റ്റ് സെഷനിൽ എന്താണ് പറയുന്നത്? ഫാസ്റ്റ് സെഷനിൽ പാർട്ടിസിപ്പൻസ് ആദ്യം അവരുടെ കൺസ്ട്രെയിൻസും, ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ദേ മെൻഷൻ ഹിസ് ഓർ ഹെർ ലിസ്റ്റ് ഓഫ് കൺസ്ട്രെയിൻ. അതുപോലെ തന്നെ കമ്പൈൻഡ് ലിസ്റ്റ് ഇസ് പ്രിപ്പയർഡ് എലിമിനേറ്റിംഗ് റിഡൻഡൻറ്റ് എൻട്രീസ് ആൻഡ് ആഡിങ് ന്യൂ ഐഡിയാസ്. അപ്പോൾ എല്ലാവർക്കും പല പല ഐഡിയാസ് ഉണ്ടാവും, എല്ലാവരും ഒരേപോലെ ഐഡിയാസ് ഉള്ള ആൾക്കാരല്ല. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ രീതിയിലുള്ള കൺസ്ട്രെയിൻസും ഐഡിയാസും ഉണ്ടാവും. സോ ഏറ്റവും റിഡൻഡൻ്റ് ആയിട്ട് നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കൺസ്ട്രെയിൻ വി വിൽ റിമൂവ് ആൻഡ് വി വിൽ ആഡ് ന്യൂ ഐഡിയാസ്. സോ ഇങ്ങനെ എല്ലാവരും ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് ഫെസിലിറ്റേറ്റർ ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹി ഫൈനലൈസസ് ദ ലിസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ഹോം സെക്യൂരിറ്റി സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളതിനെ കുറേ അൺഡിസൈറബിൾ സിറ്റുവേഷൻ നിന്ന് നമ്മൾ ആ മൈക്രോ പ്രോസസർ ബേസ്ഡ് ഹോം സെക്യൂരിറ്റി സിസ്റ്റത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ലൈക്ക് സ്മോക്ക്, ഫയർ, ഇല്ലീഗൽ എൻട്രി. ഒരു ഹോം സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ എക്സ്ട്രാ പുറമെ വരുന്ന കാര്യങ്ങളാണിത്, സ്മോക്ക്, ഫയർ, ഇല്ലീഗൽ എൻട്രി. സോ അതനുസരിച്ച് നമ്മളെ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണം. സോ വി ഷുഡ് യൂസ് ഫയർ ആൻഡ് സ്മോക്ക് ഡിറ്റക്ടർ, വിൻഡോസ് ആൻഡ് ഡോർ സെൻസർ, പിന്നെ ഒരു അലാറാം, അതൊക്കെ സെറ്റ് ചെയ്യണം. എന്തിനാണ്? പിന്നെ ഈ ഹോം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹോമിൽ സെക്യൂരിറ്റി കൺട്രോൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാണ്. സോ എനിവൺ അതർ ദാൻ ദാറ്റ് ദ മെമ്പേഴ്സ് ഹൂ സ്റ്റേയിങ് ഇൻ ദ ഹോം, എനിവൺ അതർ ദാൻ ദാറ്റ്, അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെലിഫോൺ കോൾ പോകണം, അലാറാം പോകണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. സോ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫയർ ഡിറ്റക്ടർ, സ്മോക്ക് ഡിറ്റക്ടർ, വിൻഡോ, ഡോർ സെൻസർ, ടെലിഫോൺ അലാറാം, അതൊക്കെയാണ് ഒബ്ജക്ട്സ്. സർവീസസ് എന്ന് പറയുമ്പം അലാറാം സെറ്റ് ചെയ്ത് തരണം, സെൻസർ വെച്ച് മോണിറ്റർ ചെയ്യണം, ഫോൺ ഡയൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ.
കൺസ്ട്രെയിൻ എന്താ വരുന്നത്? നമ്മുടെ കോസ്റ്റ്. ഈ ഹോം സെക്യൂരിറ്റി സിസ്റ്റം അതും മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് കൂടി ആയതുകൊണ്ടുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കണം, പിന്നെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, പിന്നെ ഇൻ്റർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതായത് സ്റ്റാൻഡേർഡ് ഫോൺ ലൈനിലോട്ടേക്ക് ഡയറക്റ്റ് ഓട്ടോമാറ്റിക് കോൾ പോകണം. സോ ഇങ്ങനത്തെ ഒക്കെ ഒരു കൺസ്ട്രെയിൻസ് ആണ്. സോ പെർഫോമൻസ് ക്രൈറ്റീരിയ എന്താണ്? സെൻസർ 1 സെക്കൻഡ് കൊണ്ട് വിത്തിൻ 1 സെക്കൻഡ് ഈവൻറ്റ് സെൻസ് ചെയ്യണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ്. ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ ഡെവലപ്പർ എന്തും ആവാം. So the third point to be followed for requirement elicitation for software is quality function deployment. സോ ഈ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. ഇത് കസ്റ്റമറിൻ്റെ നീഡ് എന്താണ് അതൊക്കെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ആക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ ആസ് എ കസ്റ്റമർ നമുക്ക് ടെക്നിക്കൽ കാര്യം അറിയണ്ടാവില്ല, നമുക്ക് ചെറിയ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കും. സോ ആ ഡിപ്ലോയ്മെൻറ്റ് ടീമാണ് അത് ടെക്നിക്കലി റിക്വയർമെൻ്റ് ആയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. So we emphasize an understanding of what is the valuable to the customer. Customer satisfaction is of prime importance. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡെവലപ്പറാണ്, നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലുള്ള ഒരാളാണ്, ഒരു കസ്റ്റമർ നിങ്ങളോട് ഇന്ന കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആസ് എ കസ്റ്റമർ ഇസ് ഓൾവേസ് ദ കിങ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കസ്റ്റമർ ഇസ് ഓൾവേസ് ദ കിങ്, അങ്ങനെയാണ് പറയുക. സോ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യമാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൈം ഇമ്പോർട്ടൻസ്. സോ ഏതൊരു കസ്റ്റമർ വന്നാലും പുള്ളിക്കാരൻ്റെ നീഡ് എന്താണ് നമ്മൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കി, അത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ വി ഷുഡ് ട്രാൻസ്ലേറ്റ് ദ നീഡ് ഓഫ് ദ കസ്റ്റമർ ടു ടെക്നിക്കൽ റിക്വയർമെൻറ്റ്. സോ ദാറ്റ് ഈസ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിഫൈൻസ് and identifies 3 types of requirements. That first one you can see in this video is the normal requirement. സോ ഈ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സാധാരണയുള്ള ഒബ്ജക്റ്റീവ് ആണ്, സാധാരണയുള്ള ഗോൾസ് ആണ്. സോ ഗോൾസ് എന്താണ്, നീഡ്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ആ മീറ്റിങ്ങിൽ പറയും. സോ ദീസ് ആർ ദ നോർമൽ റിക്വയർമെൻറ്റ്സ്. സോ ഇപ്പം ഫോർ റിസൾട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം നോർമൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് റിപ്പോർട്ട്, ഫെയിൽഡ് സ്റ്റുഡൻറ്റ് റിപ്പോർട്ട്, കാൽക്കുലേഷൻ ഓഫ് റിസൾട്ട്, അങ്ങനെ. സോ റിസൾട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ കുട്ടികളുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ റിസൾട്ട് അനാലിസിസ് ചെയ്യുമല്ലോ. സോ അതിൽ കിട്ടുന്ന റിപ്പോർട്ട്സൊക്കെ ജനറേറ്റ് ചെയ്യണം. സോ ഇതൊരു നോർമൽ റിക്വയർമെൻറ്റിലുള്ള ഒരു പ്രോജക്റ്റാണ്. സോ നെക്സ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്. ദാറ്റ് ഈസ് ഇത് സോഫ്റ്റ്വെയറിൻ്റെ സ്വന്തം ഇംപ്ലിസിറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് ഫണ്ടമെൻ്റലായിട്ട് സോഫ്റ്റ്വെയറിന് വേണം. അതുപോലെ തന്നെ ആസ് എ കസ്റ്റമർ കസ്റ്റമറിന് ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് പറയാൻ അറിയില്ല. സോ ഹി ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ദം. അപ്പോൾ എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിന് ഇംപ്ലിസിറ്റ് ആയിട്ട് വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് യൂസബിലിറ്റി, റിലയബിലിറ്റി, ഈസ് ഓഫ് ഇൻസ്റ്റലേഷൻ. ഇതൊക്കെ കസ്റ്റമറിന് അറിയണ്ടാവില്ല. കസ്റ്റമർ വലിയ കാര്യം പറഞ്ഞാലും ആസ് എ ഡെവലപ്പറാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഏത് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പറയണം. സോ ദിസ് ഇസ് ദ എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, എപ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ്. ദെൻ യു ഹാവ് എക്സൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. എക്സൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷനും കാളും വലിയ റിക്വയർമെൻറ്റ്സ്. ഇത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. So it goes beyond the customer expectation and prove to be very satisfying when present. So ഇത് വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് നടന്നാൽ നടക്കും, നടന്നില്ലേ നടന്നില്ല. ബട്ട് ഇത് നടന്നാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് എക്സൈറ്റിംഗ് റിക്വയർമെൻറ്റ്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് വൈറസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. സോ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം നമ്മൾ വൈറസ് പ്രൊട്ടക്ഷൻ സിസ്റ്റമായിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ കുറച്ച് ആൻറ്റിവൈറസ് കാര്യങ്ങൾ, ഇപ്പം അവാസ്റ്റ്, കാസ്പേഴ്സ്കൈ, അങ്ങനത്തെ കുറേ ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. സോ അത് എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്ത് വൈറസ് മൊത്തം കളഞ്ഞ് അങ്ങനെ ചെയ്യണമെന്നില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ആൻഡ് ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. സോ അങ്ങനത്തെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വൈറസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കിട്ടിയാൽ ഓക്കെ. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു കാര്യം ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് എവിടെയും ഇല്ല. നമുക്കിപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമുക്കിപ്പം പൈസ കൊടുത്തിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബട്ട് അതിൻ്റെ വാലിഡിറ്റി തീരുമ്പോൾ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. സോ hence it is called very much sophisticated. Next, the fourth one you have is the use case. Use case നിങ്ങൾ ഓൾറെഡി യൂസ് കേസ് ഡയഗ്രാം, UML ഡയഗ്രാം, സീക്വൻഷ്യൽ ഡയഗ്രാം അതൊക്കെ നിങ്ങൾ ഫെമിലിയർഡ് ആണ്. നമ്മുടെ യൂസറിനെയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ സീക്വൻസ് ഓഫ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ ആക്ടേഴ്സ് ആൻഡ് ദ സിസ്റ്റം നെസസറി ടു ഡെലിവർ ദ സർവീസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഗോൾ. അത് വെച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗർ മാത്രമാണ് യൂസ് കേസ് ഡയഗ്രാം.
സോ നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആക്ടേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ആക്ഷൻസ് ആണ്, വാട്ട് ആർ ഓൾ ദി ഇൻറ്ററാക്ഷൻസ് ദാറ്റ് ഇസ് ബീങ് പെർഫോംഡ്, അതും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. So this is a normal use case diagram. You have the actions between 3 users. അപ്പോൾ ഇതിൽ നമുക്ക് സിസ്റ്റം ബൗണ്ടറി ഉണ്ട്, ദെൻ അസോസിയേഷൻ ഉണ്ട്, യൂസ് കേസ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരാണ്. യൂസ് കേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊസീജിയറാണ്. അസോസിയേഷൻ എന്ന് പറയുന്നത് അവർ തമ്മിൽ റിലേഷൻഷിപ്പാണ്. സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നത് എല്ലാത്തിനും പുറമെ ഒരു വലിയൊരു റെക്ടാങ്കിൾ ഓർ സ്ക്വയർ ഓർ സംതിങ് വിച്ച് കമ്പൈൻസ് എവറിത്തിങ് ഇൻ ടു വൺ ഫോം. So this is a representation of use case diagram. And also you have a detail. ഇതൊരു മെഡിക്കൽ റിലേറ്റഡ് സിനാറിയോൻ്റെ ഒരു പ്രോജക്റ്റാണ്. പേഷ്യൻ്റ് ഉണ്ട്, പേഷ്യൻറ്റിന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, അപ്പോയിൻമെൻറ്റ് മേക്ക് ചെയ്യാനും പറ്റും, ക്യാൻസൽ ചെയ്യാനും പറ്റും. ഡോക്ടറുടെ അടുത്ത് മെഡിക്കേഷൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലർക്കിൻ്റെ അടുത്ത് പേ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് ബീൻ ഫോർവേഡ് ആൻഡ് ദീസ് ആർ ഓൾ ദ ആക്ടേഴ്സ് ഇൻ ദിസ് സിസ്റ്റം. സോ ഇത്ര കാര്യങ്ങളാണ് അനാലിസിസ് ആൻഡ് ഡിസൈൻ കൺസെപ്റ്റിൽ വരുന്നത്. റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ, എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് മീറ്റിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. സോ ദസ് വി കം ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് മോഡ്യൂൾ. താങ്ക് യു.